ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലിയാൻഡാസ് വേൾഡ്. ഗൈസ്, നമ്മുടെ മിക്ക ആൾക്കാരും മൊബൈൽ ചാർജറിന്റെ കേബിൾ ഇതുപോലെ അഴുക്ക് പിടിച്ചിട്ടുള്ളതായിരിക്കും. ഈ അഴുക്ക് നമ്മൾ തുടച്ചു കളഞ്ഞാലൊന്നും പോവാറില്ല. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് 3 മെത്തേഡ് വഴി ഈസി ആയിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അപ്പൊ നമുക്ക് ഈ അഴുക്ക് പിടിച്ചിരിക്കുന്ന ഈ ചാർജറിനെ എങ്ങനെയാണ് നല്ല ക്ലിയർ ആക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് നെയിൽ പോളിഷിന്റെ റിമൂവർ വെച്ചിട്ടാണ്. ഏത് നെയിൽ പോളിഷ് റിമൂവർ വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിലുള്ളത് ഈ ടൈപ്പ് റിമൂവറാണ്. ഇനി നമുക്കൊരു കോട്ടൺ ബൗൾ എടുക്കാം. ആ കോട്ടൺ ബൗളിലേക്ക് നമ്മൾ ആ റിമൂവർ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ കോട്ടൺ ഉപയോഗിച്ചിട്ട് ആ ചാർജറിലത്തെ ചെളിയൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ തുടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ചെളിയൊക്കെ വിട്ടു പോകുന്നുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, നല്ലപോലെ ആ ചെളി പോകുന്നുണ്ട്. ഇതുപോലെ നമ്മൾക്ക് എല്ലാ ഭാഗത്തും ആ ഒരു പഞ്ഞി ഉപയോഗിച്ചിട്ട് ആ അഴുക്ക് മുഴുവൻ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ പഞ്ഞി തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതിൽ നിറച്ച് അഴുക്കായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒന്ന് തുടച്ചപ്പോഴേക്കും ഇത്രയധികം ആ ഒരു ഭാഗത്തുനിന്ന് അഴുക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ കോട്ടൺ ബൗൾ ഉപയോഗിച്ച് തുടച്ച ഭാഗവും അതുപോലെ തന്നെ അഴുക്ക് പിടിച്ച ഭാഗവും തമ്മിലുള്ള ഒരു വ്യത്യാസം. നമ്മൾ ആ കോട്ടൺ ബൗൾ ഉപയോഗിച്ച് തുടച്ച ഭാഗം നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിയുള്ള ഭാഗവും ഇതുപോലെ ക്ലിയർ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ വെറും നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് ഈസി ആയിട്ട് ഇതുപോലെ ചാർജർ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ഈ കേബിൾ വയർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡ് സാനിറ്റൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു കോട്ടൺ ബൗളാണ്. ഈ കോട്ടൺ ബൗളിലേക്ക് ആ സാനിറ്റൈസർ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി ആ കോട്ടൺ ഉപയോഗിച്ച് നമ്മൾ ആ കേബിള് നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ലപോലെ തുടച്ചെടുക്കുക. ഇപ്പം നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച കോട്ടൺ നോക്കി അതിൽ ഒരുപാട് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി മൂന്നാമത്തെ മെത്തേഡിൽ നമ്മൾ ഈ കേബിൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രേ എടുത്തിട്ടുണ്ട് ഇതുപോലെ. അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഒരു ബ്രഷും പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കോൾഗേറ്റ്. ഇനി നമുക്ക് ആ കോൾഗേറ്റ് കുറച്ച് ബ്രഷിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് പല്ല് തേക്കുന്നത് അതേപോലെ തന്നെ ആ കേബിളിലേക്ക് നല്ലപോലെ ഉരച്ചു കൊടുക്കുക. പിന്നെ ഇടയ്ക്കിട്ടൊന്ന് ആ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നല്ലപോലെ ഉരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കേബിളിലത്തെ അഴുക്കെല്ലാം പോയി കിട്ടും. ഇനി ഇതൊന്ന് നമുക്ക് വെള്ളത്തിൽ മുക്കി നോക്കാം. അപ്പോൾ അതേ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. കോൾഗേറ്റ് ഉപയോഗിച്ച ഭാഗം നല്ലപോലെ അഴുക്കൊക്കെ പോയി നല്ല കളറായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം അതുപോലെ തന്നെ ക്ലിയർ ആക്കി എടുക്കാം. അങ്ങനെ നമുക്ക് ഈ 3 മെത്തേഡിൽ കൂടിയും ഈസി ആയിട്ട് കേബിള് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത് ഈ ലാസ്റ്റ് മെത്തേഡാണ്. കാരണം നമുക്ക് അതിൽ കൂടെ കുറച്ചും കൂടി കൂടുതൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി മൊബൈൽ ചാർജറിൻ്റെ കേബിൾ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതിലേതെങ്കിലും മെത്തേഡ് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ ഇനിയും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.